അപ്പോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ഡേ ആണ്. എന്റെ മുഖം ഒന്നും നോക്കണ്ട കേട്ടോ, ഞാൻ ഇന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. അതിന് ഞാൻ കിച്ചണിന്റെ അവിടെ എത്തിയപ്പോ ബ്രഷ് പോലും ചെയ്തിട്ടില്ല. ഞങ്ങള് കിച്ചണിന്റെ അവിടെ എത്തി പുറത്തേക്ക് ഒന്ന് നോക്കിയപ്പോ കണ്ട ഒരു വ്യൂ നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ഞങ്ങളുടെ കിച്ചണിന്റെ വ്യൂ, കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ എങ്ങനെയാന്നുള്ളത്. എങ്ങനെയുണ്ട്? സൂര്യൻ അവിടെ പോയി. സൂര്യനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങളുടെ മുൻഭാഗത്ത് ഇങ്ങനെ ഒരു പാടാണോ അത്, പുല്ല് വളർത്തണ, അതിന്റെ അപ്പുറത്തോടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോണ കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ട്. ആ വണ്ടികൾ പോകുന്നതാണ്. അവിടെ ഒരു ഹൈവേ ആണത്. അപ്പൊ ഹൈവേ ആയ കാരണം കൊണ്ട് എന്റെ തൊട്ടടുത്ത് വീടുകൾ പാടില്ല. അപ്പൊ അത് കുറച്ച് നീക്കിയിട്ടാണ് ഈ വീടുകൾ പണിതിരിക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ നല്ല ഗ്രീൻ കളറും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് കാണുന്നത്. അപ്പൊ അവിടെയാണ് കിഴക്ക് കുത്തുണ്ടിയെ. ഞങ്ങൾ ഇന്നലെ പാല് കാച്ചിട്ട് എവിടെയാണ് ഈ കിഴക്കെന്ന് അറിയാണ്ട് ഇങ്ങനെ നമ്മൾ പറയില്ലേ, കിഴക്കോട്ട് പാല് പോയാൽ നല്ലതാണെന്നൊക്കെ. അപ്പൊ ഏതൊക്കെ കിഴക്കെന്ന് ഞങ്ങക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷെ സൂര്യൻ ഇന്നലെ ഇവിടെയായിരുന്നല്ലോ. അങ്ങനെ അങ്ങനെ പോണതാവൂലേ? അപ്പൊ കറക്റ്റാ. അപ്പൊ നമ്മുടെ പാല് പോയത് കിഴക്കോട്ട് തന്നെയാ കേട്ടോ. അപ്പൊ എന്റെ വീടിന്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്റെ വീടിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഞാൻ ബ്രഷ് ഒക്കെ ചെയ്ത് നല്ല കുട്ടിയായിട്ട് വരാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. യെസ് ഗൈസ്, അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടില് ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ഓംലേറ്റ് അല്ല, ബുൾസൈ ആണ്. ബുൾസൈ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ബുൾസൈ ഇഷ്ടമല്ലല്ലോ. അപ്പൊ ഞാൻ അതിന്റെ ഉണ്ണിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യും. എന്നാലും എന്റെ തരത്തിലുള്ള ഒരു ബുൾസൈയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പോയി വാങ്ങിച്ച സാധനങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ ക്ലീനിങ് സ്റ്റഫും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം. ബാക്കി പല സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നലെ വാങ്ങിച്ചത്. ഇന്ന് നമുക്ക് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. പ്ലേറ്റ്, ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങണ്ടേ. അപ്പൊ അതൊക്കെ വാങ്ങണം. ഇന്നും കൂടി നമുക്ക് കാറുള്ളൂ റെന്റിന്. അപ്പൊ ഇന്നും കൂടി കിട്ടാവുന്ന സാധനങ്ങളെല്ലാം വാങ്ങണം. അതേപോലെ തന്നെ നമുക്ക് റോട്ടർഡാമിൽ നമ്മുടെ കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരണം. എന്ത് ഓക്കെ. അപ്പൊ നമ്മള് നെറ്റിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ഞങ്ങൾ ഇപ്പൊ ലീവിലാണ്, പക്ഷെ നാളെ തൊട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ വീട് കിടന്ന് കിടക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ വൈഫൈയുടെ കാര്യങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലത്തെ ഫ്ലോറിലേക്ക് കിട്ടുന്നില്ല എന്നാണ് മുത്തുനി വന്ന് പറഞ്ഞത്. അപ്പൊ മിക്കവാറും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അതിനുശേഷം ബൂസ്റ്റർ വെക്കേണ്ടി വരും മുകളിലേക്ക് നെറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ എന്തായാലും മുട്ട ഉണ്ടാക്കട്ടെ. എണ്ണ വേണല്ലേ, ഇനി എണ്ണ ഇവിടെ ഇരിക്കണേ നോക്കട്ടെ. ഏറ്റവും വലിയ പരിപാടി ഇതാണ്. ഇത് പല പെട്ടിയിലുകളായ കാരണം കൊണ്ട് ഇത് ഏത് പെട്ടിയിലാന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഞാനത് കണ്ടുപിടിക്കട്ടെ കേട്ടോ. മുട്ടപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾക്കൊരു കാര്യം മനസ്സിലായത്. ഇതിന്റെ പിടി കാണാനില്ല. അത് ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അപ്പൊ അതിന്റെ പിടി ഇപ്പൊ അന്വേഷിച്ചപ്പോ അതിനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിലിടാനുള്ള ഉപ്പും മുളകും കണ്ടുപിടിക്കണം. നമ്മൾ ഉപ്പ് നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ തല തിരിഞ്ഞു നിർത്തുണ്ടാവും അല്ലേ? അതിന്റെ മുകളിൽ ഞാൻ ടോപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിവേ ഇപ്പൊ ഉള്ളത് വെച്ച് തുറക്ക്. ഇനി മുളക് ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇനി മുളക് കണ്ടുപിടിക്കണം നമുക്ക് എവിടെയാന്നതില്. എല്ലാ പത്രങ്ങളും അടിഭാഗം നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ കെടുപ്പും ഇരിപ്പും എല്ലാം ഇപ്പൊ ഈ ഒരു ബെഡുമ്മയാണ്. ഇന്നലെ നൈറ്റ് ഞങ്ങള് ഒരുത്തൻ ചൂട് കൂടിയിട്ട് ഹീറ്റർ കുറച്ച് വെച്ചു. പിന്നെ അത് ചൂട് കൂട്ടാൻ നോക്കിയിട്ട് അത് കൂടണില്ല. എന്നിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് താഴെ ഇറങ്ങി ഇവിടെ വന്നിട്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങളുടെ ഈ വീട്ടിലെ. കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, മുത്ത് കഴിച്ചോ. വിശക്കണുണ്ട് തോന്നുന്നുണ്ട് പാവം. എന്തെങ്കിലും ആവട്ടെ. ഞങ്ങളുടെ പ്ലേറ്റ് ഒന്നും ഇല്ല, കിട്ടിയ പാത്രത്തിൽ കഴിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ സോഫ നാളെ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ നമ്മളിന്ന് വാങ്ങാൻ പോകും അല്ല മറ്റേ. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഈ വീട് സെറ്റാക്കാം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കണ്ടറിയണം. അപ്പൊ നമ്മള് റോട്ടർഡാമിലേക്ക് പോവാണ്. ഇടയിൽ വിശന്നാ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഓറഞ്ച് ഒക്കെ ഉണ്ട്.
നമ്മുടെ ഹെർബീനെ എടുത്ത് നമ്മൾ പോവാണ്. ഇന്നും കൂടി ഉള്ളത് ഞങ്ങളുടെ ഹെർബി ഞങ്ങൾക്ക്. അപ്പം നമുക്ക് റോട്ടർഡാമിലേക്ക് പോവാം അല്ലേ. നമ്മൾ മുൻപത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ നാട്ടിൽ പോണേക്കാളും മുൻപ് നമ്മൾ അവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാതും നമ്മൾ പല പല വീടുകളിലായിട്ടായിരുന്നു സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആൽവിൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ ഒരു കൊളീഗില് സെലിൻ ആളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പല പല ഭാഗങ്ങളിലൊക്കെ ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാവരും താമസിച്ചിരുന്നത് ഒരു ഫ്ലാറ്റിലായ കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് എടുക്കാനും വെക്കാനും ഒക്കെ വളരെ എളുപ്പമായിരുന്നു കേട്ടോ. വീണ്ടും ഞങ്ങൾ ഫുള്ള് ലോഡ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് യാത്രയാകുകയാണ്. ഇതൊക്കെ അവിടെ അൺലോഡ് ചെയ്യണം. ഞങ്ങൾ എന്തായാലും സാറ്റർഡേ വാൻ എടുത്തിട്ട് സഞ്ജേട്ടനെ കൊണ്ട് വരുന്നുണ്ട് സാധനങ്ങളൊക്കെ വീണ്ടും സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അയ്യോ എൻ്റെ ക്ലാസ്സോ നോക്കണം, എൻ്റെ ക്ലാസ് എവിടെയാണ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ സോഫ എത്തിയിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അവർ നമ്മളെ പറഞ്ഞ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതൊക്കെ പറഞ്ഞ് ആകെ ഇഷ്യൂ ഉണ്ടാക്കി. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോസ് എടുക്കാഞ്ഞത്. കുറച്ച് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ അതിന് ഇറക്കണ ഭാഗം അവരില്ലാത്തത്. അത് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരിക്കും, കാരണം ഇതിന് മുമ്പത്തെ ക്ലിപ്പാണല്ലോ അത് വരട്ടെ. അപ്പോൾ സോഫ സെറ്റ് ചെയ്തു. പക്ഷേ സോഫയ്ക്ക് കുറച്ച് വലിപ്പം കൂടി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുണ്ടാവും. കണ്ടോ, കുറച്ച് വലിപ്പം കൂടി പോയി അല്ലേ മുത്തേ? ഈ സൈഡാണ് കൂടിയേക്കുന്നത്. ആവശ്യമുള്ള സാധനം തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇത്തിരി വലിപ്പം കൂടി. ഞാൻ വിചാരിച്ചിരുന്നേ വലിപ്പം കുറയും എന്നാ, സോഫയുടെ വലിപ്പം കുറഞ്ഞു പോവോ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒരു സൈഡിലൊരു റിലാക്സിങ് ചെയർ വാങ്ങിച്ചിടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി അതിനുള്ള സ്പേസ് ഇല്ല. കാരണം നമ്മളിത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ആക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്ലാന്റോ കാര്യങ്ങളോ വയ്ക്കാനുള്ളത് ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടത്തെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇത് കണ്ടോ, വന്ന് കയറുമോ ഒരു സ്പേസ് ഇങ്ങനെ എന്തോ പോലെയായി. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എന്തെങ്കിലും ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വെക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. കുറച്ച് പണി പാളി. നമ്മൾ സോഫ വലുതാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചേ. അപ്പം നമ്മൾ കുറച്ചും കൂടി വലിപ്പമുള്ളത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഇടുമായിരുന്നു അല്ലേ. ആലോചിക്കാം, എന്തെങ്കിലും വഴിയില്ലാണ്ടിരിക്കില്ല. ആ യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ സോഫയുടെ എന്താ പറയുക ഫീച്ചേഴ്സ് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ട് നമ്മുടെ മുത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സോഫയിലുള്ള ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്കിവിടെ നമുക്കിടെ വന്നിപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതായിരിക്കും. നമുക്കിടെ വന്നിട്ടുണ്ട്, എനിക്ക് മുമ്പ് നമ്മേ ഉണ്ടായുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ഇത് 3-in-1 സോഫയാണ്. അതായത് നമുക്കിത് സോഫയായിട്ട് ഉപയോഗിക്കാം, പിന്നെ ഇത് നമുക്ക് ബെഡ് ആയിട്ടും ഉപയോഗിക്കാം. ഇരിക്കേണ്ടതാണ്. എല്ലാത്തിലും ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ് കസ്റ്റമൈസ് ആണത്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സോഫകളിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് സോഫ അതിനെ നമ്മൾക്ക് ബെഡാക്കാം, അങ്ങനെ കിടക്കാം. ഇത് നമ്മൾക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫിലിമൊക്കെ കണ്ട് കിടക്കാനൊക്കെ ആയിട്ട് നല്ല സംഭവമാണിത്. അതാണ് ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. യെസ്, അടച്ചേക്കാം. അപ്പൊ അത് വീണ്ടും സോഫയായി. യെസ്, ഇതിങ്ങനെ പൊന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം ഫുള്ളും സ്റ്റോറേജ് ആണ്. അപ്പം നമുക്ക് ഇതിനെ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടച്ചോ. അപ്പോൾ ഇതാണ് അടുത്ത ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇത് അങ്ങോട്ട് പോക്കോ അവിടെ വെച്ച് ചെയ്യാം. അവിടത്തെ കാണാൻ പറ്റണം. അതൊക്കെ പോവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ചാരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചാരുന്ന രീതിയിലേക്ക് ആക്കാം. ഇങ്ങനെ ആക്കാം. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഹെഡിന് സപ്പോർട്ട് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അതെ, അപ്പം എനിക്ക് ഹെഡിന് പെയിൻ ഉള്ള കാരണം കൊണ്ട് നമ്മളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് സോഫ വാങ്ങിച്ചത്. ഇത് ഞങ്ങൾ എടുക്കുന്നത് വേറൊരു ദിവസമാണ്, കാരണം അന്നത്തെ ദിവസം നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പം നമ്മുടെ ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഞങ്ങൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കോഫി ടേബിളിൻ്റെ കൂടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആംബിയൻസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച കോഫി ടേബിൾ. വളരെ ചെറിയൊരു കോഫി ടേബിളാണ് കേട്ടോ. അല്ല ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് അത്യാവശ്യം വലിപ്പമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ വലിപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോഫി ടേബിൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന തീം എന്ന് പറയുന്നത് ബ്ലൂ, വുഡൻ ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ കോഫി ടേബിൾ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഞങ്ങൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾക്ക് മൊബൈൽ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യാൻ വെക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ സ്റ്റാൻഡ് വാങ്ങിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി വാങ്ങിച്ച സാധനങ്ങൾ കാണാം കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. യെസ് ഗൈസ്, അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് റോട്ടർഡാമിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്കൊന്ന് വിശന്നിട്ട് ഒരു സുഖമില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. മുത്തണിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരാളാണ്. അയ്യടാ, അതിനിടയ്ക്ക് അപ്പൊ റൂട്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ തിരിച്ച് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം മുത്തിന് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. വിശക്കുമ്പോഴാണ് ആൾ ദേഷ്യപ്പെടുക. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ആക്ഷനിൽ പോയിട്ട് നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി സംസാരിക്കാം. ഇത് നമ്മൾ പ്ലേറ്റും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നൊരു ഷോപ്പില്ലേ, അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് ഒരു ബർഗർ പറഞ്ഞതാണ്. അതിൻ്റെ അവസ്ഥ ഭയങ്കര ശോകമൂകമായിരുന്നു. ഒന്നാമത് വിശന്ന് വന്നതാണ്, പക്ഷേ അതിനുള്ളിൽ ഒന്നും ഇല്ല താനും. അങ്ങനെ അവസാനം നമ്മൾ അത് കഴിക്കേണ്ടി വന്നു. ഷോപ്പിംഗ് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് വീഡിയോ എടുക്കണല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ക്ലീനിങ്ങിൻ്റെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം കളയാം. പിന്നീട് നമ്മൾക്ക് റെഗുലർ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്, ഇപ്പോൾ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെക്കാനായിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പൂണും ഫോർക്ക് നൈഫ് അങ്ങനെ കട്ട്ലറീസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം കുടിക്കാനുള്ള കുറച്ച് ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് ഡിന്നർ സെറ്റ് നോക്കണം, നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഒരേപോലത്തെ സെറ്റ് നമ്മുടെ ടേബിളിലേക്കുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ്റെ സ്പൂണും കട്ട്ലറീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾക്ക് കാറിനെ കൊണ്ടുവന്നു. ഞങ്ങൾ വീട് മാറുന്ന സമയത്തെ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര ക്ലൈമറ്റ് ആയിരുന്നു. ഒന്നാമത് വിൻ്ററിലായിരുന്നു നമ്മൾ മാറുന്നുണ്ടായിരുന്നത്. അതായത് ജനുവരിയിലായിരുന്നു നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല തണുപ്പും നല്ല കാറ്റും നല്ല മഴയും ഒക്കെയുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു നല്ലൊരു സ്ട്രഗ്ലിങ് സ്റ്റേജ് ആയിരുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ് 2 ദിവസത്തിനാണ് നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം തൊട്ട് നമ്മൾക്ക് വർക്കിന് കയറണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉടയണ സാധനങ്ങൾ, ചില്ലിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ 2 ദിവസം കൊണ്ട് വാങ്ങിച്ച് തീർക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു ഞങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സൈക്കിളിലൊക്കെ വന്നിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകുന്നതിനൊക്കെ നല്ലൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു മാക്സിമം ഞങ്ങളുടെ എഫേർട്ട് ഞങ്ങൾ ഇതിലിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാറ് തിരിച്ചു കൊടുക്കുകയാണ്. മുത്തുണ്ണി അപ്പോൾ എല്ലാ സൈഡിനും ഫോട്ടോസ് എടുക്കുകയാണ്. കാരണം അങ്ങനെയാണ് ആ ആപ്പിൽ ഇതനുസരിച്ചിട്ട് നമ്മൾ എടുത്ത് ഇതെങ്ങനെയാണോ അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കണം എന്നാണല്ലോ. അപ്പോൾ 4 സൈഡും ഫോട്ടോസ് എടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഓണർക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. കാറ് കൊടുത്തു. അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്തോ എക്സ്പീരിയൻസ് ചെയ്തതിൽ എന്തോ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്, ആകെ ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളും എന്തായാലും ഡൗൺ ആവും. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ച് നാളെ രാവിലെ തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് പോവാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ ഞങ്ങൾ കാറ് കൊടുത്തോടത്തുനിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് എന്തായാലും അവിടെ ആയിരുന്നു. അപ്പോൾ അത് എടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ആ വഴി നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നുണ്ടാവും ഞങ്ങൾക്ക് ഭ്രാന്ത് പോലെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല ഞങ്ങൾ ഇപ്പോഴെന്താണ് ചെയ്തുകൊണ്ടിരിക്കണത് എന്നുള്ളത്. രണ്ടാളും എന്തോ കിളിപ്പാറിയ അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ വീട് എങ്ങനെ ശരിയാക്കുന്നത് എനിക്കൊരു പിടിയില്ല. പിന്നെ ലൈറ്റ് നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ആൾക്കാർ ലൈറ്റ് വളരെ കുറച്ച് യൂസ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾക്ക് നല്ല ലൈറ്റിൽ വന്ന് നമ്മൾക്ക്
നല്ലപോലെ ലൈറ്റ് വേണം. അപ്പം ഞങ്ങൾക്ക് ലൈറ്റ് വേറെ വാങ്ങണം. അതിനുള്ളിലേക്ക് കയറുമ്പോൾ ലൈറ്റിലാണ് കയറുമ്പോൾ ഒരു എന്താ പറയുക, ഞങ്ങൾ ഡിപ്രഷനിലേക്ക് പോകണ പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ ലൈറ്റ് എന്തായാലും മാറ്റണം. അപ്പം ഇന്നെന്തായാലും ഞങ്ങൾ അശ്വതിയുടെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും ഒരു ഉഷാറായി, അവർക്കും ഒരു ഉഷാറായി. അപ്പം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. കുറേ ഞങ്ങൾ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് കൂടെ വെച്ച് അവസാനിപ്പിക്കാം. ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വാർത്തകളൊക്കെ പറഞ്ഞിട്ട് തുറന്നു. നാളെ രാവിലെ തിരിച്ച് വീട്ടിൽ പോകും. ബാക്കി കഴിച്ചിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.